ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന തീരുമാനവുമായി BCCI രംഗത്ത് എത്തിയിരിക്കുകയാണ്. ക്രിക്കറ്റ് താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത് BCCI ആണ്. എന്നാൽ ഇപ്പോൾ BCCI പുതിയ ഒരു വിചിത്ര നീക്കത്തിന് ഒരുങ്ങുകയാണ്. പ്രകടനത്തിന് അനുസരിച്ച് ശമ്പളം എന്ന പുതിയ നീക്കവുമായി BCCI മുന്നോട്ട് വന്നിരിക്കുകയാണ്. ക്രിക്കറ്റ് താരങ്ങളുടെ ശമ്പള ഘടന പുതുക്കി നിശ്ചയിക്കാനുള്ള നീക്കത്തിലാണ് BCCI. സമീപകാലത്ത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ നിരാശാജനകമായ പ്രകടനത്തെ തുടർന്നാണ് ഇതുപോലൊരു കടുത്ത തീരുമാനത്തിന് BCCI തയ്യാറാകുന്നത്. വിദേശ പര്യടനങ്ങളിൽ പങ്കാളിയെ ഒപ്പം താമസിപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക, അതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാത്ത താരങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ പദ്ധതികളാണ് BCCI ആലോചിക്കുന്നത്. ഇതുമൂലം താരങ്ങൾക്ക് ക്രിക്കറ്റിനോടുള്ള ആത്മാർത്ഥത വർദ്ധിക്കും എന്ന് തന്നെയാണ് BCCIയുടെ കണക്കുകൂട്ടൽ. ഇതിൽ എടുത്തു പറയേണ്ട മാറ്റം ദീർഘകാല വിദേശ പര്യടനങ്ങളിൽ പങ്കാളിക്കൊപ്പം 14 ദിവസത്തിൽ കൂടുതൽ താമസിക്കാൻ താരങ്ങളെ അനുവദിക്കില്ല. അതുപോലെ താരങ്ങൾക്ക് ടീം ബസ്സിൽ മാത്രമേ സഞ്ചരിക്കാൻ അനുമതി നൽകൂ. അതോടൊപ്പം അധിക ലഗേജിന് താരങ്ങൾ സ്വന്തമായി ക്യാഷ് നൽകണം. ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം നടന്ന BCCIയുടെ യോഗത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചർച്ചയായത്. ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് കൂടുതൽ താരങ്ങളെ ആകർഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ക്രിക്കറ്റ് താരങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇൻസെൻ്റ് ഏർപ്പെടുത്തിയിരുന്നു. 2022-23 കാലഘട്ടം മുതൽ ഒരു വർഷത്തിൽ ഇന്ത്യ കളിക്കുന്ന ടെസ്റ്റിൽ 50% കൂടുതൽ ടെസ്റ്റ് മാച്ച് കളിക്കുന്ന ഒരു താരത്തിന് ഒരു ടെസ്റ്റിൽ 30 ലക്ഷം രൂപയും, അതുപോലെ 70% കൂടുതൽ ടെസ്റ്റിൻ്റെ പ്ലേയിങ് 11-ൽ കളിക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റിന് 45 ലക്ഷം രൂപ പ്രതിഫലമായി ഒരു താരത്തിന് ലഭിക്കും. ഇത്രയും ഉയർന്ന പ്രതിഫലം ഒരു താരത്തിന് ലഭിച്ചിട്ടും ടെസ്റ്റിൽ നിന്ന് പല താരങ്ങളിൽ നിന്നും BCCI പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനം ഉണ്ടാകുന്നില്ല. അതാണ് പുതിയ നീക്കത്തിന് BCCI ആലോചിക്കുന്നത്. ഇതുവഴി താരങ്ങൾ മികച്ച പ്രകടനം പുറത്തെടുക്കും എന്നു തന്നെയാണ് BCCI കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ BCCIയുടെ ഈ തീരുമാനം ശരിയോ തെറ്റോ? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.